നമസ്കാരം. ലിറ്റിൽ തിങ്സിന്റെ ഓണസദ്യയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണാഘോഷങ്ങളിൽ ഏറ്റവും പ്രാധാന്യം ഓണസദ്യക്ക് തന്നെയാണ്. വീട്ടിലുണ്ടാക്കുന്ന ഓണസദ്യയുടെ കാലം കഴിഞ്ഞോ എന്നൊരു സംശയം. എല്ലാവരും പാക്കറ്റ് ഓണസദ്യയുടെ പിറകെയാണ്. വീട്ടിലുണ്ടാക്കുന്ന ഓണസദ്യക്ക് ഒത്തൊരുമയുടെ രുചി കൂടിയുണ്ട്. ഭംഗിയായി വിളമ്പിയ തൂശനിലയ്ക്ക് മുമ്പിലിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് നിറയാറില്ലേ? സദ്യ ഇലയിൽ തന്നെ കഴിക്കണം. നല്ല ചൂടുള്ള വിഭവങ്ങൾ ഇലയിൽ വിളമ്പുമ്പോൾ വരുന്ന ആ കൊതിപ്പിക്കുന്ന ഒരു മണമില്ലേ, അതിൻ്റെ ഗുണങ്ങൾ അങ്ങനെ പറയാൻ ഒത്തിരിയുണ്ട്. ഞങ്ങൾ വൈക്കംകാരുടെ ട്രഡീഷണലായ ഓണസദ്യ വിഭവങ്ങളാണ് ഞാൻ നിങ്ങൾക്കായി ഒരുക്കുന്നത്. ഓരോ ദിവസവും ഓരോ കറികൾ വീതം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓരോ കറികളും ഇലയിൽ വിളമ്പുന്ന സ്ഥാനവും വിവരിക്കുന്നുണ്ട്. എല്ലാ കറികളും കണ്ടു നോക്കൂ. അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഓർമ്മിക്കുമല്ലോ. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്താ, ഓണസദ്യ ഉണ്ടാക്കാൻ കൂടെ കൂടുവല്ലേ? നമുക്കാദ്യം ഇഞ്ചിക്കറി ഉണ്ടാക്കാം. ഓണവിഭവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇഞ്ചിക്കറിയാണ് നമ്മൾ ഇന്ന് വയ്ക്കുന്നത്. ഓണവിഭവങ്ങളിലെന്നല്ല, ഏത് സദ്യയിലും ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യം വിളമ്പുന്ന കറിയാണ് ഇഞ്ചിക്കറി. 100 കറിക്ക് തുല്യമാണെന്നല്ലേ ഇഞ്ചിക്കറി പറയുന്നത്. അപ്പോൾ ഞങ്ങളുടെ വൈക്കത്തുകാരുടെ ഇഞ്ചിക്കറി നമുക്കൊന്ന് പരിചയപ്പെടാം. ഇഞ്ചിയൊക്കെ ഒന്ന് വൃത്തിയാക്കി അരിഞ്ഞ് റെഡിയാക്കി ഇതിനുള്ള ചേരുവകളും ഒക്കെ ആയിട്ട് വരും. നമ്മൾ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇഞ്ചി നമ്മൾ നല്ല കനം കുറച്ച് വട്ടത്തിലാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് വറുത്ത് കോരേണ്ടതാണ്. ഇനി ഇതിന് വേണ്ട മറ്റ് ചേരുവകളെന്ന് പറഞ്ഞാൽ ഉപ്പ്, മുളക്, പിന്നെ നമ്മൾ ഇഞ്ചിക്കറിക്ക് വേണ്ടത് ഉലുവാപ്പൊടിയാണ്. സാധാരണ ഇഞ്ചിക്കറിക്ക് ആൾക്കാർ ഉലുവാപ്പൊടി ചേർക്കാറില്ല, പക്ഷെ ഞങ്ങൾ ഇഞ്ചിക്കറിക്ക് ഉലുവാപ്പൊടി ചേർക്കും. ഉലുവാപ്പൊടി ചേർക്കുന്നതാണ് ഇഞ്ചിക്കറിക്ക് ഒരു നല്ല സ്വാദ് തരുന്നത്. എല്ലാവരും ഇഞ്ചിപ്പുളി എന്നൊക്കെയാണ് പറയുന്നത്, അതിന് ഉലുവാപ്പൊടി ചേർക്കാറില്ല. ഇനി വേണ്ടത് നമ്മുടെ കായം. ഇനി അടുത്ത ചേരുവ എന്ന് പറഞ്ഞാൽ പുളിയാണ്, വാളംപുളി. ഇതിങ്ങനെ കറുത്തിരിക്കുന്ന കണ്ടിട്ട് ഒന്നും തോന്നണ്ട. ഇഞ്ചിക്കറിക്ക് നല്ല കളറും ടേസ്റ്റും ഒക്കെ കിട്ടാനായിട്ട് നല്ല പഴകിയ വാളംപുളി വേണം എടുക്കാൻ. ഇത് വാളംപുളിയാണ്, നല്ല പഴകിയ വാളംപുളിയാണ്, 1-2 വർഷം പഴകിയത്. അപ്പോൾ ഇതിങ്ങനെ പിഴിഞ്ഞു ചേർക്കുമ്പോൾ ഇഞ്ചിക്കറിക്ക് നല്ല കളറ് കിട്ടും. അപ്പോൾ നമ്മുടെ വാളംപുളി. ഇനി അടുത്തത് വേണ്ട ശർക്കര. അത് ഞാനിവിടെ ഉരുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ശർക്കരപ്പാനി. അപ്പോൾ എല്ലാ ചേരുവകളുമായി ഇഞ്ചി അരിഞ്ഞു വെച്ചു, പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഉപ്പ്, മുളക്, ഉലുവാപ്പൊടി, കായം, പുളി, ശർക്കരപ്പാനി. അപ്പോൾ ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഇഞ്ചിയും പച്ചമുളകും വറുത്തെടുക്കണം. ചീനിച്ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട്. നമുക്കിനി ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം.
കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്താൽ നമുക്ക് ഇഞ്ചി എളുപ്പം വറുത്തെടുക്കാൻ പറ്റും. കുറച്ച് മധുരം വേണമല്ലോ. നമ്മൾ ശ്രദ്ധിക്കണം, പെട്ടെന്ന് കയറി മൂത്ത് പോകും. മതി. നമുക്കിനി ഇത് മാറ്റി വെച്ചിട്ട് പച്ചമുളക് കൊടുക്കണം. പച്ചമുളക് കൂടെ ഒന്ന് വറുത്തെടുക്കാം. ഇത് വേഗം വറുത്തെടുക്കാൻ പറ്റുന്നുണ്ട്. പച്ചമുളകും ആയിട്ടുണ്ട്. പച്ചമുളക് ഇത്രയും മൂക്കാൻ മതി, ഒത്തിരി മൂക്കുണ്ട്. ഈ പരുവത്തിൽ മൂക്കാൻ മതി. നമുക്കിനി തീയൊക്കെ ഓഫ് ചെയ്ത് വയ്ക്കാം. ഈ ചൂടിൽ അത് മൂത്ത് വേണം. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കണം. നമുക്കത് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. ഇനിയപ്പോൾ നമ്മൾ ഇഞ്ചിക്കറി വയ്ക്കാൻ പോവുക. അപ്പോൾ വയ്ക്കുന്ന രീതിക്ക് നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മൾ ആദ്യം ഈ പുളി പിഴിഞ്ഞ വെള്ളം, ആ പുളി മുഴുവൻ ഞാൻ എടുത്തില്ല കേട്ടോ, അതിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ. അപ്പോൾ ആ പുളി പിഴിഞ്ഞ വെള്ളം നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനകത്തേക്ക് കുറച്ചുകൂടെ വെള്ളം ചേർക്കാം. ഒരു 2 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ ഒരു 2 സ്പൂൺ മുളകിട്ട് കൊടുക്കാം, മുളക് പൊടി. ഇത്രയും മതി. നമ്മൾ എടുത്തു വെച്ച ശർക്കരയില്ലേ, ശർക്കരയും ചേർത്ത് കൊടുക്കാം. ശർക്കര ഒരു 3-4 സ്പൂൺ നമുക്ക് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് തിളച്ച് വേകണം. ഉപ്പും മുളകും പുളിയും ശർക്കരയും കൂടെ തിളച്ച് നന്നായിട്ട് വേകണം. അതാണ് ഇഞ്ചിക്കറിയുടെ ഒരു പ്രത്യേക സ്വാദ്. അതിന് കുറച്ച് സമയം എടുക്കും. അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് തിളച്ച് വെന്ത് വരട്ടെ. എന്നിട്ട് നമുക്കിനി കാണാം. ആ സമയം കൊണ്ട് നമുക്ക് ഇഞ്ചി പൊടിച്ചു വയ്ക്കണം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, പക്ഷെ കുറച്ചും കൂടെ കുറുകണം, വെന്ത് കുറുകണം. അതുവരെ ഇരിക്കട്ടെ. ഇഞ്ചിയൊക്കെ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ കൂടെ ഇഞ്ചി വറുത്ത് പൊടിച്ച ഇഞ്ചി ചേർക്കാം. ഇതെല്ലാം കൂടെ കിടന്ന് ഒന്ന് നന്നായിട്ട് വറ്റി വരട്ടെ. നല്ല കുറുകുറാന്നിരിക്കണം. നമ്മൾ വറുത്ത് വെച്ച് പച്ച